നമസ്കാരം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഭയങ്കര രോഷത്തിലും സങ്കടത്തിലുമൊക്കെയാണത്രേ. ആരോ ഒരാൾ പറഞ്ഞത്രേ ഉണ്ണി മുകുന്ദനോട് കട്ടപ്പാരെടുത്ത് കക്കാൻ പോയിക്കൂടെയെന്ന്. എന്നാൽ ഉണ്ണി മുകുന്ദനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം കേട്ട ഉടനെ നമുക്ക് തോന്നും. ഇത് കേട്ട ഉടനെ ഉണ്ണി മുകുന്ദൻ രോഷാകുലനായി. അദ്ദേഹത്തിന് അത് അടക്കി വെക്കാൻ കഴിയാതെ ആ പറഞ്ഞ ആളുടെ പ്രതികരണവും തൻ്റെ പ്രതികരണം എല്ലാം കൂട്ടി അങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നാലെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ആകപ്പാടെ സിനിമാ ലോകത്ത് ഉണ്ണി മുകുന്ദൻ സഹതാപ തരംഗം ആഞ്ഞടിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഞാനപ്പോൾ ഇതെന്താ സംഭവം എന്നറിയണമല്ലോ എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ അന്വേഷിച്ചു. ഇതിൻ്റെ മൂല കാരണം മുതൽ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് അന്വേഷണത്തിനിടയിൽ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആദ്യം ഉണ്ണി മുകുന്ദനെക്കുറിച്ച് മൂവി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് സിനിമേൻ്റെ. അതിനകത്ത് വന്നൊരു പോസ്റ്റാണ്. മഹേഷ് രാജൻ എന്ന് പറഞ്ഞ ഒരാളിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ്റെ സമീപകാലത്തെ ഇടപെടൽ, രാഷ്ട്രീയം പൊതിഞ്ഞു വെച്ചുകൊണ്ട് സിനിമയിൽ നടത്തിയ ഇടപെടലുകൾ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. നമുക്ക് ആ പോസ്റ്റ് വായിച്ചുകൊണ്ട് തിരിച്ചു വരാം. മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റില്ലാതിരുന്ന, അഭിനയത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണി മുകുന്ദൻ തൻ്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിൻ്റെ അണികളെയും സുഖിപ്പിക്കുക എന്നത്. പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറം എന്ന ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടം ആയിരുന്നിട്ട് കൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് കൂടിയായിരുന്നു. അടുത്തത് ജയ് ഗണേഷ് ആണ്. ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് പടം ഹിറ്റടിക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ്. ഇതാണ് മഹേഷ് രാജൻ നടത്തിയ പോസ്റ്റിലെ കണ്ടൻറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്. എന്നിട്ട് ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് മാളികപ്പുറത്തിലാന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ട ഉടനെ ഈ പറഞ്ഞ പോലെ രോഷാകുലനായി ഉണ്ണി മുകുന്ദൻ. അതിന് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. മാളികപ്പുറം ഒരു അജണ്ടയുള്ള സിനിമയാണ് എന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷ് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാളികപ്പുറം അജണ്ടയുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇദ്ദേഹം പറഞ്ഞ ഒന്നും കൂടി നോക്കണം. കാരണം ദുർവ്യാഖ്യാനത്തിന് വിദഗ്ധന്മാരാണ് ഇമാതിരി രാഷ്ട്രീയക്കാർ, അതായത് രാഷ്ട്രീയം പൊതിഞ്ഞു നിൽക്കുന്ന സിനിമാക്കാർ. മാളികപ്പുറം ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടമായിരുന്നിട്ട് കൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ടായിരുന്നു. ഇതാണ് ഒരേ ഒരു വരി. അതിന് ഉണ്ണി മുകുന്ദൻ കൊടുക്കുന്ന വ്യാഖ്യാനം നോക്കണേ. മാളികപ്പുറം ഒരു അജണ്ടയുള്ള സിനിമയായി കരുതുന്നവർക്ക് ജയ് ഗണേഷ് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെ ഈ പോസ്റ്റിൽ ചിത്രീകരിച്ചതുപോലെ മാളികപ്പുറം തിയേറ്ററിൽ പോയി കണ്ട എല്ലാവരെയും നിങ്ങൾ വർഗീയവാദികൾ ആക്കിയിരിക്കുകയാണ്. കണ്ടല്ലേ? അതാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ്. അതായത് തിയേറ്ററിൽ പോയി ഇരിക്കുന്ന എല്ലാവരെയും വർഗീയവാദിയാക്കി എന്നാണ് മൂപ്പര് പറയുന്നത്. ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദാഹം ശമിപ്പിക്കാത്ത ഒരു സിനിമ താൻ ചെയ്തു എന്നതുകൊണ്ട് തനിക്കെതിരെ വിദ്വേഷം വളർത്താൻ ഉതകുന്ന ഒരു പോസ്റ്റ് അപ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെ സിനിമയെ പിന്തുണക്കുന്ന ഒരു ഗ്രൂപ്പായി മൂവി സ്ട്രീറ്റിനെ കരുതുന്നില്ല. അതായത് മൂവി സ്ട്രീറ്റിൽ എല്ലാ തരത്തിലുള്ള പോസ്റ്റും വരുന്നൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് തന്നെ വേസ്റ്റാണ് എന്ന് മൂപ്പർ പറഞ്ഞു കളഞ്ഞു. അതാണ് ഈ സംഹാര മൂർത്തികളുടെ പ്രത്യേകത. ജയ് ഗണേഷ് ആഗസ്റ്റ് 11 റിലീസ് ചെയ്യും. നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അത്. കുടുംബത്തോടൊപ്പം കാണും. ഇതാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. അദ്ദേഹം മഹേഷ് രാജൻ എന്ന പോസ്റ്റ്മാൻ, നേരത്തെ പോസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞതായി ആരോപിക്കുന്നത് മാളികപ്പുറം ഒരു അജണ്ടയുള്ള സിനിമയാണ് എന്ന് പറഞ്ഞതായിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമായല്ലോ. തിയേറ്ററിൽ പോകുന്ന ആളൊക്കെ വർഗീയവാദിയാണ് എന്നാണ് ഒന്ന് പറയുന്നത്. അങ്ങനെയും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് ഈ മൂവി സ്ട്രീറ്റ് വേസ്റ്റ് ഗ്രൂപ്പാണെന്ന്. ഉണ്ണി മുകുന്ദൻ എത്രയോ സിനിമ ഗംഭീരാണെന്ന് പൊട്ട പടങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞ സ്ഥലമാണ് മൂവി സ്ട്രീറ്റ്. പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സിനിമ നല്ലതല്ല, അതിന് ഞാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് എന്നെ മോശക്കാരനാക്കുന്നു എന്നാണ് അടുത്ത ആരോപണം. ഏത് ഇവർ സ്ഥിരം അറ്റാക്ക് ചെയ്യുന്ന വിഭാഗം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഈ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ അതങ്ങനെ പറഞ്ഞിട്ടാക്കും. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ഉണ്ണി മുകുന്ദൻ ഉദ്ദേശിക്കുന്നത്? ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി പറയാം. കേരളത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ 2-3 സിനിമകളുണ്ട്. അതിലൊന്ന് മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ദേശീയ അവാർഡൊക്കെ കിട്ടി കേട്ടോ. ആ സിനിമ നമ്മൾ കാണണം, നിർബന്ധമായും കാണണം. കാണാത്ത ആളുകളുണ്ടാവും, അധികമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ദേശീയ അവാർഡൊക്കെ കിട്ടിയതല്ലേ, അത് കാണണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അതാണ് ഒന്ന്. ഈ രണ്ടാമത്തേത്, കേരളത്തിലെ വലിയ രാഷ്ട്രീയ വിവാദമാക്കിക്കൊണ്ട് ഒരു മത വിഷയത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മാറ്റിയ ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ച് കൊല്ലം മുമ്പേ. സുപ്രീം കോടതി തന്നെ
ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഏർപ്പെടുത്തണം, സ്ത്രീകളെയും തുല്യമായി കരുതി എല്ലാവർക്കും പ്രവേശനം ഏർപ്പെടുത്തണം, അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വിധി വന്നു. വലിയ ചർച്ചയായി. ഉടനെ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ വർഗീയത ഇളക്കിവിട്ട് മതകലാപത്തിന് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായ ആക്രമണം ഉണ്ടായ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഈ കാലത്ത് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വലിയ നമ്മളെ ഒരുപക്ഷെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കേരളമാണ്. നമ്മൾ ക്യൂബളം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പരിഹസിക്കുന്ന കേരളമല്ലേ, ആ കേരളം. അതിനെ കേരളം ആയതുകൊണ്ട് മാത്രം അതിജീവിച്ചതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ചില സ്റ്റേറ്റ് പോലെ പായനെ. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെയുള്ളൊരു വിഷയത്തെ സിനിമയിലൂടെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെ സിനിമയിലെ കച്ചവടത്തിനോട് ഉപയോഗിക്കാം, കുറച്ചും കൂടിയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെ ഈ കാലമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ചൂടിങ്ങനെ നിൽക്കുമ്പം ഇത് പോരാ എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തു. മാളികപ്പുറം എന്നാണ് ആ സിനിമയുടെ പേര്. നമ്മൾ ആ സിനിമയിൽ അവിടെ ഇവിടെ അമ്പും ബില്ലും ഒക്കെ കൊള്ളിച്ചിട്ട് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമയിലെ ഉള്ളടക്കത്തിൽ അതൊന്നുമില്ല. പക്ഷേ ഈ കലക്കവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന മീനായിക്കോട്ടെ എന്ന് വെച്ചൊരു ആ പേരങ്ങിട്ടിട്ട് ഇറക്കി. അതാണ് മാളികപ്പുറം. അതിൽ നായകനായിരുന്നു ഉണ്ണിമൂന്നൻ. സിനിമ അജണ്ടയൊന്നുമില്ല, വർഗീയ അജണ്ടയൊന്നുമില്ല ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനുവേണ്ടി ഇതിങ്ങനത്തെ പേരായതുകൊണ്ടും ഈ സംഭവവുമായി പ്രത്യക്ഷത്തിൽ ഉപരിപ്ലവമായിട്ടെങ്കിലും കണക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അതിനുവേണ്ടി സംഘപരിവാർ സംഘടനകൾ ആളുകളെ ആഴ്ചക്കാഴ്ചക്ക് തിയേറ്ററിൽ എത്തിച്ചു. ആ സിനിമ മോശമുള്ള സിനിമയല്ല, നമുക്ക് ആസ്വദിക്കാവുന്നൊരു സിനിമയാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു. ആ സിനിമക്ക് പേരിട്ടത് തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ കാഴ്ചയിലും അതിൻ്റെ സാഹചര്യമൊക്കെ അറിയാം. ഇനി അത് പോട്ടെ, അത് അബദ്ധത്തിലിട്ടാണെന്ന് വെച്ചോ. ഇത് കഴിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയ കുത്തിയിളക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ സ്പീക്കർ AN ഷംസീർ അദ്ദേഹം ശാസ്ത്രബോധം കുട്ടികളിൽ വളർത്തേണ്ടതിനെക്കുറിച്ചുള്ള ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ഭാഗമായി മിത്തുകളെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊസാമിൻ്റെ പുസ്തകം തന്നെയുണ്ട്, മിത്തും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മാർഗത്തിലൂടെ ഒരു പ്രസംഗം നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ റൈറ്റ് സഹോദരന്മാരുടെ വിമാനം കണ്ടുപിടിച്ച കഥയെ പുഷ്പക വിമാനമാണ് ഇതല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വരെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ കാഴ്ചപ്പാടുകളെ, ശാസ്ത്രവും മിത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത വിധം ആളുകളെ പഠിപ്പിക്കുന്ന, തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില അന്ധവിശ്വാസ പ്രചോദിതമായ രാഷ്ട്രീയം അടക്കം ചെയ്തിരിക്കുന്ന ചില ഗൂഢലക്ഷ്യത്തിൻ്റെ കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രത്തെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത്രയൊന്നും കോംപ്ലിക്കേഷനുള്ള കാര്യമല്ല. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് സർജറി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് പറയുമ്പോഴും മിത്തിനെക്കുറിച്ച് പറയുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മിത്തല്ല യാഥാർത്ഥ്യം എന്ന് ശാസ്ത്രം എന്ന് അദ്ദേഹം പറയുകയാണ്. ഉടനെ ഗണപതി മിത്താണ് എന്നും പറഞ്ഞ് വലിയ തോതിൽ മതവികാരം ഇളക്കിവിടാൻ വലിയ ശ്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നു. എന്തുകൊണ്ടോ അതിൽ നിന്നുകൂടി നമ്മൾ രക്ഷപ്പെട്ടു. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാധ്യത ഭീകരമായിരുന്നു. ആ സമയത്താണ് സിനിമയിലൊക്കെ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനും കൂടി ഈ പറഞ്ഞ പോലെ ചില പ്രിയദർശൻ സിനിമയിൽ മോഹൻലാലിനെ എരികേറ്റുന്ന ശ്രീനിവാസനെ പോലത്തെ പരിപാടിയുമായി രംഗത്ത് വന്നത്. ഉണ്ണി മുകുന്ദ, നമുക്കൊരു സിനിമ എടുക്കാം, ജയ് ഗണേഷ് എന്ന് പേരിടാം എന്ന്. സിനിമയൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, ഈ സംവിധായകൻ നല്ല സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് പണ്ടൊരിക്കാം. പക്ഷേ ഈ സാധ്യത ഉപയോഗിച്ച് ഉണ്ണി മുകുന്ദ നമുക്ക് ജയ് ഗണേഷ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഡേറ്റുമായി ഇങ്ങനെയുള്ളൊരു സമയമാണല്ലോ. ഉണ്ണി മുകുന്ദൻ്റെ ഡേറ്റ് കിട്ടിയപ്പോൾ പല ഉപയോഗങ്ങളുണ്ട് എന്നാണ് സിനിമയിൽ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധ്യത ഉപയോഗിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്താ, ഒന്ന് മാളികപ്പുറം, ഒന്ന് ജയ് ഗണേഷ്. ഈ രണ്ട് സിനിമയ്ക്ക് ഞാൻ പറയാം, രണ്ടാമത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ കാണും. ആ സിനിമയ്ക്ക് മുൻ ധാരണയോടുകൂടി ഒരു ആരോപണവും എനിക്കില്ല. മാളികപ്പുറത്തിൽ അങ്ങനെ ഒരു അജണ്ടയുള്ള സിനിമയല്ല നേരിട്ട്. പക്ഷേ രണ്ടിൻ്റെയും പേരും അത് ഇറങ്ങി വരുന്ന മാർക്കറ്റും അതിൻ്റെ പേരിനെ ദ്യോതിപ്പിക്കുന്ന, ആ പേരിലേക്ക് നമ്മളെ നടത്തി എത്തിക്കുന്ന വർഗീയ മത സാഹചര്യത്തിൽ കലാപം തന്നെ ഇളക്കിവിടാൻ ശ്രമിച്ച ഒരു ചരിത്രം, ഭൂതകാലം, ചെറിയ ചരിത്ര അതീതകാലം എന്നല്ല, അടുത്തുള്ള ചരിത്രമാണല്ലോ, സമീപ ഭൂതകാലവും കൂടി ഓർമ്മിപ്പിക്കുന്ന, മനഃപൂർവ്വം ആസൂത്രിതമായി ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്രമം. ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സിനിമ ഉള്ളടക്കം അജണ്ടയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള ദുരുപയോഗത്തിന് ആരും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയാണ് ഉണ്ണി മുകുന്ദനെതിരായ ഈ പോസ്റ്റിൻ്റെ പ്രസക്തി തന്നെ ഇരിക്കുന്നത്. അതിന് പകരം അതിനെതിരായ നീക്കം ഇത് അജണ്ടയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഉണ്ണി മുകുന്ദന് പിന്തുണയുമായിട്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഹലോ ഡിയർ, ഇത്തരം സ്വഭാവമുള്ള അലവലാദികൾക്ക് എന്തിനാണ് മറുപടി കൊടുക്കുന്നത്? ഇതുപോലെയുള്ള മൂന്നാംകിട ഗ്രൂപ്പിലെ വർഗീയവാദികൾ എഴുതുന്ന പോസ്റ്റ് എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? ഇതെഴുതിയവർക്ക് വ്യക്തമായ വർഗീയ അജണ്ട ഉണ്ട് എന്ന് അത് വായിച്ചാൽ തന്നെ അറിയാമല്ലോ. മാളികപ്പുറം എന്ന സിനിമ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നല്ലതാണ് എന്നെല്ലാവർക്കും അറിയാം.
കൂൾ ഡിയർ ഞാനുണ്ട് കൂടെ എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്. ഇവിടെയും മാളികപ്പുറം എന്ന സിനിമ പക്ഷപാതപരമാണോ അല്ലയോ എന്നുള്ളതല്ല, ആ സിനിമ കൊണ്ടുവന്ന ആശയത്തിനപ്പുറത്ത് ആ സിനിമ അതേ പേരിട്ട് എത്തിക്കുമ്പോഴുള്ള സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ആ നിലയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും. ആ മനസ്സിലാക്കലിനെ ജസ്റ്റ് ഒന്ന് നൈസായിട്ട് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് പണ്ഡിറ്റിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും പോസ്റ്റുകളിലും പ്രതികരണങ്ങളിലും ഒക്കെയുള്ളത്. എന്തായാലും ഒരു കാര്യം ഉണ്ട്, നമ്മുടെ നരേന്ദ്രമോദിയുടെ പട്ടം പറത്തി നടന്ന എന്ന ഭൂതകാലം നിരന്തരം ആത്മാഭിമാനത്തോടെ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണി മുകുന്ദൻ, അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾക്കും എല്ലാവിധ ആശംസകളും. ജയ് ഗണേഷ് ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.